ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലന്റ് ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. ഇനി ടീച്ചേഴ്സ് ആവാൻ കേട്ടറ്റ് എക്സാം നിർബന്ധമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കേട്ടതോടുകൂടി ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ കേട്ടറ്റിൻ്റെ എല്ലാ കാറ്റഗറി ചിലർക്ക് കാറ്റഗറി 1 ആയിരിക്കാം, കാറ്റഗറി 2 എക്സാം ആയിരിക്കാം, കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ അവരവരെ സബ്ജക്റ്റ് എന്താണോ ഇതിനനുസരിച്ചിട്ടൊക്കെയാണ് പഠിക്കുക അല്ലേ? അപ്പോൾ ഈ ഒരു തയ്യാറെടുപ്പിലേക്കാണ് ഇനി എല്ലാവരും പോകാനിരിക്കുന്നതെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്കൊരു ചെറിയൊരു കണ്ടന്റ് ഭാഗം ഒന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ എന്തായാലും കേട്ടിട്ട് കാറ്റഗറിൻ്റെ 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലേക്കാണ് എക്സാം ഒക്കെ വരിക. എന്നാൽ പോലും ഇവിടെ ആ ഒരു കണ്ടന്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ചെറിയൊരു ഭാഗം നമ്മൾ സെൻസ് ഓർഗൻ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് അല്ലേ? അത് സെൻസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കണ്ണും മൂക്കും ചെവിയും നാക്കും തൊക്കും ഒക്കെയാണ് നമ്മൾ സെൻസ് ഓർഗൻ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയും. പഞ്ചേന്ദ്രിയമാണ്, 5 എണ്ണം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതേ ടോപ്പിക്ക് വേണമെങ്കിൽ നമ്മൾ കണ്ണിനെ കുറിച്ച് പഠിക്കുന്നത് പ്രകാശം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരുമ്പം അവിടെയും ഈ കണ്ണും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളും അപര്യാപ്തത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയും നമുക്ക് വേണ്ടതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒന്ന് അതിൻ്റെ ഘടന ഒന്ന് നോക്കാം. ഓക്കെ, സിമ്പിളായ ഒരു കാര്യമാണ് കേട്ടോ. പുതിയ ടെക്സ്റ്റ് ബുക്കിലും പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നു വെച്ചാൽ SCERTൻ്റെ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നോക്കുന്നത്. 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ഹയർ ലെവലിലേക്ക് പോകുകയാണെങ്കിൽ +1 ലെവൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത കണ്ണിൻ്റെ ചിത്രം നോക്കിയാലോ. ജസ്റ്റ് നമ്മൾ എല്ലാ ഭാഗങ്ങളും ക്യുക്കായിട്ടൊന്ന് മനസ്സിലാക്കുന്നു കേട്ടോ. ഇപ്പം നോക്കിയേ, കണ്ണിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ണ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന കുഞ്ഞു ഭാഗമല്ല, നമ്മളെ കണ്ണിൻ്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും ഗോളാകൃതിയാണ്. ഐബോൾ എന്നാണ് പറയല്ലേ? കണ്ണ് ഉരുണ്ട ഒരു ഗോളാകൃതി, ഒരു ബോൾ പോലെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കണ്ണിൻ്റെ ആകൃതി അല്ല ഇങ്ങനെയാണ്, എല്ലാവരെയും കണ്ണ് ഉണ്ടക്കണ്ണ് തന്നെയാണ് അല്ലേ? പക്ഷെ നമ്മൾ മുന്നിലേക്ക് കാണുമ്പോൾ ഇത്രയും ഭാഗമാണ് കാണുന്നത്. അതിനനുസരിച്ചിട്ട് ചിലർക്ക് അത് കൂടുതൽ വലുപ്പത്തിൽ കാണാം. അപ്പോഴാണ് നമ്മൾ ചിലരെ കണ്ണ് വലുതാണ് ചെറുതാണെന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഇത് എല്ലാവരെയും കണ്ണ് ഇങ്ങനെ ഗോളാകൃതിയിലാണ്. അപ്പോൾ ഇത്രയും ഭാഗം പക്ഷെ എവിടെയാണ്? നമ്മള് കണ്ണ് തലയോട്ടിയിലെ 2 സുഷിരം അല്ലെ? തലയോട്ടി കണ്ടിട്ടില്ലേ? കണ്ണെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു 2 സുഷിരങ്ങളാണ്, 2 കുഴികളാണ്. അപ്പൊ ആ കുഴിക്ക് പറയുന്ന പേരെന്താ? നേത്രകോടരം അല്ലെ? നേത്രകോടരം, തലയോട്ടിയിലെ നേത്രകോടരം എന്ന് പറയുന്ന കുഴി അല്ലെ? നേത്രകോടരം എന്നാണ് പറയട്ടോ. നേത്രകോടരം എന്ന് പറയുന്ന കുഴിയാണ്. ആ കുഴിക്കകത്താണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ കണ്ണിനെ ആ കുഴിയിൽ പിടിച്ചു നിർത്താന്ന് വെച്ചാൽ വെറുതെ ആ കുഴിയിൽ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുമോ? ഇല്ല. അപ്പൊ അതിന് എന്തുണ്ട്? ബാഹ്യ കൺപേശികളുണ്ട്. ബാഹ്യ കൺപേശികൾ എന്ന് പറയുന്ന കുറെ മസിൽസ് ഉണ്ട്. ബാഹ്യ കൺപേശികളാണ് എന്ത് ചെയ്യുന്നത്? ആ കണ്ണിനെ കുഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. കണ്ണിനെ കുഴിക്ക് എന്താ പറയാ? നേത്രകോടരം അല്ലെ? നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നത്. ഉറപ്പിച്ചു നിർത്തുന്നു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഉറപ്പിച്ചു നിർത്തുന്നു എന്നുള്ളത് നോട്ട്. അതിന് വേണ്ടിയിട്ടുള്ള പേശികളാണ്. അപ്പൊ ആ കുഴിയിലേക്കകത്താണ്, ആ കുഴീന്റെ പേരാണ് നേത്രകോടരം. നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചു നിർത്താൻ ബാഹ്യ കൺപേശികൾ എന്ന് പേരുള്ള കുറെ പേശികളുണ്ട്. പേശി എന്ന് വെച്ചാൽ മസിൽസ്, അതാണ് ഉറപ്പിച്ചു നിർത്തുന്നത് അല്ലെ? ഇനി നമ്മൾ കണ്ണിനെ പറ്റി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്താ? കണ്ണിനെ പ്രധാനമായിട്ട് 3 പാളികളാക്കി തിരിച്ചിട്ടാണ് പഠിക്കുക. നമ്മളെ കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി 3 പാളികളുണ്ട് അല്ലെ? ഏറ്റവും പുറമെ കാണപ്പെടുന്നത് ഈ ഒരു പാളി, ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഈ ഒരു പാളിക്ക് പറയുന്ന പേരാണ് ദൃഢപടലം. എന്താണ്? ദൃഢപടലം. ഇംഗ്ലീഷിൽ സ്ക്ലീറ. ഓക്കെ, ഇനി അതേപോലെ എന്താ? നടുവിലായിട്ട് കാണപ്പെടുന്ന പാളിയാണ് ഏത്? രക്തപടലം. ഇതാണ് രക്തപടലം. കൊറോയിഡ് എന്നാണ് പറയട്ടോ, കൊറോയിഡ്. അപ്പൊ ഇതിലെ മലയാളത്തിലാണ് 1, 2 കാറ്റഗറിയിലൊക്കെ മലയാളം ആയതുകൊണ്ട് ഈ സ്ക്ലീറ കൊറോയിഡ് വാക്ക് അത്ര നിർബന്ധിക്കുന്നില്ല. ദൃഢപടലവും രക്തപടലവും ഒക്കെയാണ് ചോദിക്കുക. പക്ഷെ 3ാമത്തെ പാളിയിൽ ഏറ്റവും ഉള്ളിലുള്ള 3ാമത്തെ പാളിന്റെ പേരിലെ ദൃഷ്ടിപടലം, റെറ്റിന. ഇത് നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് മലയാളം എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. കാരണം ദൃഷ്ടിപടലം എന്ന് പറയുന്ന മലയാളം വാക്കിനേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് റെറ്റിന എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ്. അപ്പൊ അത്രയും അത് റെറ്റിന ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ മലയാളം പോലെ ചോദിക്കുന്ന വാക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം അല്ലെ? അപ്പം ദൃഢമായിരിക്കണം, ഏറ്റവും പുറമെ ദൃഢമായിരിക്കണം, എന്നാലേ ഉള്ളിലുള്ളവരെ സംരക്ഷിക്കാൻ പറ്റും. ഏറ്റവും പുറത്താണ് ദൃഢപടലം. മധ്യത്തിൽ കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം. ആ പേര് പോലെ തന്നെ അതിൽ ധാരാളം രക്തക്കുഴലുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്. ആ രക്തത്തിൽ ഓക്സിജനും പോഷകങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. ഇങ്ങനെയാണ് 3 പാളികളെ പേര് നമ്മൾ പഠിക്കേണ്ടത്. യെസ്, ഇനി അത് കഴിഞ്ഞാൽ ഇത് 3 പാളിയല്ല പോരാതെ കണ്ണിന്റെ മുൻഭാഗത്തേക്ക് വരുമ്പം അത് കണ്ണിന്റെ വശങ്ങളിലായിട്ട് ഇവിടെ കാണുന്നില്ല, ഇതാ ഇങ്ങനെ, അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന 2 വശങ്ങളിലായിട്ട് കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഭാഗം കൂടിയുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേര് കൺജങ്ക്ടൈവ എന്നാണ് പറയട്ടോ. എന്ന് വെച്ചാൽ വശങ്ങൾ. ഇത് വേറൊരു ചിത്രം കൂടെ കാണിച്ചു തരാം. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം ഒന്ന് കാണിച്ചു തരാം. ഇതാ 3 പാളി, ദൃഢപടലം, രക്തപടലം, റെറ്റിന. ഓക്കെ, ഇതാണ് ദൃഢപടലം, ഇത് രക്തപടലം, ഈ യെല്ലോ കളറിനുള്ളിൽ കൊടുത്തിരിക്കുന്ന റെറ്റിന. അത് കൂടാതെ കണ്ടോ, കണ്ണിന്റെ മുൻ 2 വശത്തേക്ക് മാത്രം, എന്ന് വെച്ചാൽ ഇങ്ങോട്ടില്ല, ഇവിടെ ഇല്ല, ഇവിടെ വശങ്ങളിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന പാളിയാണ്. അതിനൊരു ഈ പ്രധാനമായ 3 പാളികൾ കഴിഞ്ഞിട്ട് എക്സ്ട്രാ എന്നുള്ള രീതിയിൽ വേണം പഠിക്കാൻ കേട്ടോ. അപ്പൊ കണ്ണിന് പ്രധാനം എത്ര പാളി? 3 പാളി തന്നെയാണ് പഠിക്കുന്നത്. ദൃഢം, രക്തം, റെറ്റിന.
പിന്നെ ഇത് മുന്നിൽ മാത്രമാണ്, വശത്തിലേക്ക് മാത്രമാണുള്ളത്. അത് മുന്നിന്റെ ഈ ഭാഗത്തേക്ക് വരുന്നില്ല, ഈ ഭാഗത്തേക്ക് വരാതെ ഈ വശത്ത് മാത്രമാണ്. കണ്ണിന് സംരക്ഷണം കൊടുക്കുക, കണ്ണിനകത്ത് വഴുവഴുപ്പുള്ള ശ്ലേഷ്മത്തിന് ഉണ്ടാക്കുക, അല്ലെ, കണ്ണിന് എപ്പോഴും നനവോടെ ഇരിക്കാൻ സഹായിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ഭാഗത്തിന്റെ പേരാണ് കൺജങ്ക്റ്റൈവ. ഓക്കെ, എന്താണ് കൺജങ്ക്റ്റൈവ? നേത്രാവരണം. മലയാളം വാക്ക് പഠിക്കണം കേട്ടോ. നേത്രാവരണം എന്നാണ് പറയുന്നത്. നേത്രാവരണം അല്ലെങ്കിൽ കൺജങ്ക്റ്റൈവ. പുതിയ ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ നേത്രാവരണം എന്ന് പറയുന്ന വാക്ക് തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കൺജങ്ക്റ്റൈവ എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡാണ്. യെസ്, അപ്പൊ ഈ നേത്രാവരണം അല്ലെങ്കിൽ കൺജങ്ക്റ്റൈവയ്ക്ക് അണുബാധ വരും അല്ലെ. ബാക്ടീരിയ, ഫംഗസോ ബാക്ടീരിയ, വൈറസ് ഒക്കെ കാരണം, ബാക്ടീരിയ ആണെങ്കിലും വൈറസ് ഒക്കെ ആണെങ്കിലും അതിന് അണുബാധ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയാ, ചെങ്കണ്ണ്. ഓക്കെ, ചെങ്കണ്ണ് വരുന്നത് ഏത് ഭാഗത്തിനാണ്? ഈ കൺജങ്ക്റ്റൈവയ്ക്ക് വരുന്ന അണുബാധയാണ്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി എന്താ നോക്കുക, ഇനി നമ്മൾ ഓരോ പാളീനെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പറയുന്നത്. ഒറ്റപ്പെട്ട നമുക്ക് ഈ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം. ദൃഢപടലം എന്ന് പറയുന്ന ഏറ്റവും പുറമെയുള്ള പാളിത ഇങ്ങനെ വന്ന് മുന്നിലേക്ക് എത്തുമ്പോൾ കണ്ടങ്ങൾ ഇങ്ങനെ തള്ളി നിൽക്കുന്നേ, മുന്നോട്ട് തള്ളി നിൽക്കുന്നേ അല്ലേ. അപ്പൊ ഈ തള്ളി നിൽക്കുന്ന ഈ ഭാഗം അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഏറ്റവും ഫസ്റ്റിലുള്ള ഭാഗം, ഏറ്റവും ഫസ്റ്റിലത്തെ ഭാഗം അല്ലേ എന്ന് വെച്ചാൽ ഏതാ? ദൃഢപടലത്തിന്റെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന സുതാര്യമായ ഭാഗം. സുതാര്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശത്തെ കടത്തിവിടുന്ന. ഓക്കെ, അപ്പൊ ആ ഭാഗത്തിന്റെ പേരാണ് കോർണിയ. ഇതാണ് കോർണിയ. അപ്പൊ ആരെ ഭാഗമാണ്? ദൃഢപടലം. കോർണിയ ദൃഢപടലത്തിന്റെ ഭാഗമാണ്. ദൃഢപടലത്തിന്റെ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന സുതാര്യമായ ഭാഗം കോർണിയ എന്നാണ് പറയാ. ആ കോർണിയ വിറ്റാമിൻ എ കുറഞ്ഞാൽ അധാര്യമായി പോവും അല്ലെ, അത് ഡ്രൈ ആയി പോകും. അപ്പോഴാണ് നമ്മൾ സിറോഫ്താൽമിയ എന്നൊക്കെ പറയാം. അപ്പൊ കോർണിയ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയക്കൊക്കെയാണ് നമ്മൾ കെരാറ്റോപ്ലാസ്റ്റി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഭാഗമാണ്. കോർണിയക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഉള്ളിലേക്ക് കയറില്ല, പിന്നെ നമ്മളെ കാഴ്ച മൊത്തത്തിൽ തകരാറിലാവും. ഏറ്റവും ഫസ്റ്റ് ലൈറ്റിനെ കടത്തിവിടേണ്ട കണ്ണിന്റെ ഏറ്റവും മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ദൃഢപടലത്തിന്റെ ഭാഗമാണ് കോർണിയ. ഓക്കെ, എന്താണ് കോർണിയ? ക്ലിയർ ആണോ? ഇനി അടുത്ത് നോക്കി, നമ്മുടെ രക്തപടലം എന്ന് പറയുന്നതല്ലേ രണ്ടാമത്തെ നടുക്കുള്ള പാളി. ഈ രക്തപടലം എങ്ങനെ വന്ന് പിന്നെ എന്തായിട്ടാണ് മാറുന്നത്? ഇവിടെ എത്തുന്ന സമയത്ത് ഒരു മസിലായിട്ട് മാറി, ഒരു പേശികളിലേക്ക് കടക്കുന്നുണ്ട്. ഓക്കെ, പേശി. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന ഈ പേശിക്ക് പറയുന്ന പേരാണ്, ജസ്റ്റ് ഒന്നുകൂടെ ലേബൽ ചെയ്യുകയാണെങ്കിൽ ഇതാ ഈ പേശി അല്ലെ, ഇവിടെ ഇതിന്റെ പേരാണ് സീലിയറി പേശി. ഓക്കെ, ഇതാണ് സീലിയറി പേശി എന്ന് പറയുന്ന പേശി, സീലിയറി പേശി. റെഡിയാണോ? ഈ സീലിയറി പേശീനെ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ചരട് പോലത്തെ ഭാഗം കാണുന്നുണ്ട് നിങ്ങൾ. ഇതാ ഇങ്ങനെ ഒരു ചരട് പോലത്തെ ഭാഗം, ഒരു നാര് പോലെ അല്ലെ, ഒരു നാര് പോലെയുള്ള ഈ ഭാഗത്തിന്റെ പേര് ഇവിടെ ജസ്റ്റ് എഴുതാം, സ്നായുക്കൾ. എന്താ പറയാ? സ്നായുക്കൾ എന്നാണ് പറയുക. ലിഗമെന്റുകളാണ്. സ്നായുക്കൾ എന്ന് പറയുന്ന ഭാഗമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഇനി ഒന്ന് നോക്കിയാൽ ലിഗമെന്റിനോട് ചേർത്ത്, ഈ സീലിയറി പേശിനോട് ചേർത്ത് ലിഗമെന്റ് കാണാം. ലിഗമെന്റിനോട് ചേർത്തുകൊണ്ട് ഇവിടെ ആരുള്ളത്? ഇതാണ് നമ്മളെ കണ്ണിലെ ലെൻസ് അല്ലെ. കണ്ണിലെ ലെൻസ് ആണത്. കണ്ണിലെ ലെൻസ് ഏത് ടൈപ്പ് ലെൻസ് ആണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? കോൺവെക്സ്. ഓക്കെ അല്ലേ? കോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിലെ ലെൻസ് ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. ചിലപ്പോൾ ബൈകോൺവെക്സ് ലെൻസ് എന്നൊക്കെ പറയും അല്ലെ, രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ബൈകോൺവെക്സ് അല്ലെ, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പം ഈ സുതാര്യമായ കോർണിയയിൽ കൂടെ വരുന്ന പ്രകാശം ഇതിലേ വന്ന് ഈ ലെൻസിൽ കൂടെ കടന്നു പോവാണ് ചെയ്യല്ലേ. എന്നിട്ട് പ്രതിബിംബം പോയിട്ട് എവിടെയാ വീഴുക? ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ ആ വസ്തുവിൽ നിന്നുള്ള പ്രതിബിംബം രൂപപ്പെടുന്ന നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലുള്ള പാളി ഏതാ? റെറ്റിന. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ പ്രതിബിംബം പതിക്കുന്ന പ്രതിബിംബം രൂപപ്പെടുന്നത് ഏത് പാളിന്റെ മുകളിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാ? റെറ്റിനേന്റെ മുകളിൽ പോയിട്ടാണ് വീഴുക. ഇങ്ങനെ നേരെ പോയിട്ട് ഇമേജ് പോയി വീഴുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. ഓക്കെ, അപ്പൊ റെറ്റിനയിൽ പ്രതിബിംബം വീഴുന്നത് കൊണ്ട് റെറ്റിനയിൽ ആരുണ്ട്? ഈ വീഴുന്ന പ്രതിബിംബത്തിനെ പിടിച്ചെടുക്കാനും ഉത്തേജിക്കപ്പെടാനും ബ്രെയിനിലേക്ക് അതിനു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന എന്ത് കോശങ്ങളാണ്? പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത്. പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ്? റെറ്റിന ആണ്. ഓക്കെ, റെറ്റിനയാണ്. പ്രകാശഗ്രാഹി കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ ഒക്കെയാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ. അപ്പൊ ഇത് കാണപ്പെടുന്നത് റെറ്റിനേന്റെ മുകളാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കാരണം അതിന്റെ മുകളാണ് പ്രതിബിംബം പോയി വീഴുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ നോക്കിയേ നിങ്ങള്, ഇതാ ഇവിടെ ഇങ്ങനെ എത്തുന്ന സമയത്ത് ഈ ചിത്രം നമ്മളൊന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സീലിയറി പേശിനെ കണ്ടു അല്ലേ. ഇതാണ് നമ്മളെ സീലിയറി പേശി. സീലിയറി പേശിന് മുകളിൽ ചരട് പോലത്തെ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മളെ ലെൻസിന് ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ ഈ ലെൻസിന് ദൂരെയുള്ള വസ്തുക്കളെ കാണുന്ന സമയത്തും അടുത്തുള്ള വസ്തുവിനെയാണെങ്കിലും ദൂരെയുള്ള വസ്തുവിനെയാണെങ്കിലും നോക്കുന്ന സമയത്ത് നമ്മളെ ലെൻസിന് സ്വന്തമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആവാനുള്ള കഴിവുണ്ട്. അതിന്റെ ഷേപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ആവാനുള്ള കഴിവുണ്ട്. അതിന് നമ്മൾ പറയാം വക്രത ക്രമീകരിക്കുക എന്നാണ് പറയാം. വക്രത ക്രമീകരിക്കുക, കർവേച്ചർ. ലെൻസ് നന്നായിട്ട് ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങും അല്ലെ, കർവേച്ചർ. അപ്പൊ അടുത്തും ദൂരെയുമുള്ള വസ്തുക്കളെ നോക്കുന്നതിനനുസരിച്ച് ലെൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ വക്രത ക്രമീകരിക്കാൻ പറ്റും. അതിന് സഹായിക്കുന്നത് ആക്ച്വലി ഏത് പേശികളാ? സീലിയറി പേശികളാണ് ചെയ്യുന്നത്. സീലിയറി പേശികളുടെ സഹായത്തോടു കൂടിയാണ് ലെൻസ് അതിന്റെ വക്രത ക്രമീകരിക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്യാം. ഓക്കെ, പക്ഷെ ദൂരെയുള്ള ആണെങ്കിലും അടുത്തുനിന്നുള്ളതാണെങ്കിലും ഇമേജ് കറക്റ്റ് എവിടെ തന്നെ വീഴണം? റെറ്റിനയിൽ തന്നെ പോയി വീഴണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റൂ. റെറ്റിനന്റെ മുന്നിലാണെങ്കിലും പ്രശ്നമാണ്, പിന്നിലാണെങ്കിലും പ്രശ്നമാണ്. നമ്മൾ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒക്കെ പറയുമ്പം പ്രതിബിംബം പതിക്കുന്നത് മുന്നിലായാലും
പിന്നിലായാലും ഒക്കെ പ്രശ്നമാണ്. ഓക്കെ, അപ്പം കറക്റ്റ് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ വീഴാൻ ലെൻസ് സെൽഫ് അഡ്ജസ്റ്റ് ആവും. അപ്പോഴാണ് നമ്മൾ വക്രത ക്രമീകരിക്കുക പറയുന്നത്. അതിന് സഹായിക്കുന്ന സീലിയറി പേശിയാണ്. ഇനി നോക്കി, ഈ സീലിയറി പേശി കണ്ടില്ലേ, പിന്നെ ഇങ്ങനെ മുന്നിലേക്ക് തള്ളി വരുന്നില്ലേ, ഇങ്ങോട്ട് തള്ളി വരുന്നില്ലേ, ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ഐറിസ്. എന്താണ്? ഐറിസ് എന്നാണ് പറയാ. ഐറിസ് എന്ന് പറഞ്ഞാൽ നിറമുള്ള ഭാഗമാണ്, കണ്ണിലെ നിറമുള്ള ഭാഗം. കണ്ണിലെ നിറമുള്ള ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷ്ണമണി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കറുത്ത ഭാഗം മൊത്തം പറയാം. കറുപ്പോ ബ്രൗണോ നീല കളറിലോ പച്ച കളറിലോ ഭംഗിയുള്ള പല ഷെയ്ഡിലൊക്കെ കാണാം അല്ലെ. ഫോറിനേഴ്സിന്റെ കണ്ണൊക്കെ നല്ല കളർഫുൾ ആയിരിക്കും. അപ്പോൾ ആ നിറമുള്ള മൊത്തം ഭാഗത്തിന് പറയുന്ന പേരാണ് ഐറിസ് കേട്ടോ. അപ്പോൾ അത് കൃഷ്ണമണി എന്ന് പറയുന്നവരുണ്ട്, അത് മൊത്തമല്ല. ആ കാണുന്നത് നമ്മൾ ഐറിസ് ആണ്, ഐറിസിനെയാണ് നമ്മൾ കാണുന്നത്. നിറമുള്ള ഭാഗമാണ്. അതിന് നിറം കിട്ടാൻ കാരണം മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ് നമ്മൾ ഐറിസിന് നിറം കൊടുക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ഐറിസ് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇത് കണ്ണിന് ഒരു മുറിച്ച ചിത്രമാണ്. ഇത് മുഴുവനായിട്ടാണെങ്കിൽ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ കാണുന്നതിന് പകരം ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് കാണും. ഓക്കെ, അപ്പൊ ഇതാണ് ആ റൗണ്ട് ഭാഗം എന്ന് വിചാരിക്കാം, ഇത് മൊത്തം. അപ്പൊ ഇതിന് നടുക്ക് ഇങ്ങനെ ഒരു സുഷിരമുണ്ട്, നടുക്കൊരു സുഷിരമുണ്ട് എന്ന് വെച്ചാൽ ഇതാ ഇവരിവിടെ വരെ ആണെങ്കിൽ നടുക്കുള്ള സുഷിരത്തിന് ഇതാ ഇങ്ങനെയാണ് ഈ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഭാഗം, ആ ഭാഗത്തിന്റെ പേരാണ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ, ഇതിനെയാണ് നമ്മൾ കൃഷ്ണമണി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കണ്ണിൽ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ ആ റൗണ്ട് ഫുള്ളല്ല, അതിനെ സൂക്ഷിച്ച് നോക്കി അതിന്റെ നടുക്കൊരു കുത്തുണ്ട്, ആ ഡോട്ടാണ്, അതൊരു ഹോളാണ്. അതിൽ കൂടെയാണ് അപ്പൊ ലൈറ്റ് കടന്നു പോകുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കൂടെയാണ് പ്രകാശം ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. ഇതിൽ കൂടെയാണ് അല്ലെ, ആ കൃഷ്ണമണിയിൽ കൂടെയാണ് പോവുക, പ്യൂപ്പിളിൽ കൂടെയാണ് പോവുക. അപ്പൊ എപ്പോഴും ഒരേ ലൈറ്റ് അല്ല നമ്മൾ പുറമെ ഉണ്ടാവുക. ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിൽ അത്രയും ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് കയറേണ്ട ആവശ്യമില്ല. കാരണം വന്നു കഴിഞ്ഞാൽ നമ്മളെ റെറ്റിനയ്ക്കൊക്കെ തകരാറ് സംഭവിക്കും, റോഡ് കോശങ്ങൾക്കൊക്കെ തകരാറ് സംഭവിക്കും. ഓവർ ലൈറ്റ് അടിച്ച് കയറി കഴിഞ്ഞാൽ വളരെ കുറവ് ലൈറ്റാണ് നമുക്ക് കാണില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ലൈറ്റ് ഉള്ള സമയത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഭയങ്കര ലൈറ്റ് ആണെങ്കിൽ നമ്മളെ റൂമിൽ കേട്ടനൊക്കെ ഇങ്ങോട്ട് നീക്കിയിടും അല്ലെ. നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഇടും, അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തോ ഡോർ ആണെങ്കിൽ നമ്മൾ അടയ്ക്കൂലേ. അതേപോലെ ഓവർ ലൈറ്റ് കണ്ണിലേക്ക് വരുന്നു എന്ന് തോന്നുമ്പം നമ്മളെ ഈ ഐറിസ് എന്ന് പറയുന്ന ഭാഗത്തിനുള്ളിലെ പേശികളുണ്ട്, വലയ പേശി, റേഡിയൽ പേശി എന്നൊക്കെ പറയുന്ന പേശി. ആ പേശികളുടെ സങ്കോച വികാസത്തിൻ്റെയൊക്കെ സഹായത്താൽ ഈ പ്യൂപ്പിൾ എന്ന് പറയുന്ന സുഷിരം ചെറുതാവുകയാണ് ചെയ്യുക. പ്യൂപ്പിൾ ചുരുങ്ങുന്നു, അപ്പോൾ കുറച്ച് ലൈറ്റേ കയറുള്ളൂ. ഇനി ലൈറ്റ് വളരെ കുറവാണ് പുറത്ത്, അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ലൈറ്റ് കയറിയാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മങ്ങിയ വെളിച്ചം, ലൈറ്റൊക്കെ കുറവുള്ള സമയത്ത് ഐറിസിലെ ഇതേ പേശികളുടെ സഹായത്തോടു കൂടി നമ്മൾ എന്താ ചെയ്യുക, ഈ ഐറിസിന്റെ അല്ലെങ്കിൽ ആ പ്യൂപ്പിളിന്റെ സൈസ് ഇങ്ങനെ കൂടും. എന്ന് വെച്ചാൽ ഇവരിങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ സൈസ് കൂടും. അപ്പം ലൈറ്റ് പ്രകാശത്തിനനുസരിച്ച് പ്യൂപ്പിളിന്റെ വലുപ്പം കൂടാനും കുറയാനും സഹായിക്കുന്നത് ആരാ? ഐറിസ് ആണ്. ഐറിസിനകത്തുള്ള റേഡിയൽ പേശി, വലയ പേശി എന്നൊക്കെ പറയുന്ന പേശികളെ സഹായത്തോടു കൂടിയാണ് ഇത് നമുക്ക് സാധ്യമാകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സുഷിരം, ഐറിസിന്റെ മധ്യഭാഗത്തിൽ കാണപ്പെടുന്ന സുഷിരത്തിന് പറയുന്ന പേരാണ് കൃഷ്ണമണി. ഓക്കെ ആണോ? റെഡി അല്ലേ? യെസ്. അപ്പൊ ഇനി ഈ ഒരു ചിത്രം ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു ചിത്രം കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരെയും കണ്ണുപോയിരിക്കുക ചിലപ്പോൾ ഈ ഒരു വലിയ സ്പേസിലേക്ക് അല്ലെ. കാരണം എത്ര സ്പേസ് ആ വെറുതെ ആക്കിയെന്ന് വിചാരിക്കുക. എന്തൊക്കെയോ ഭാഗങ്ങളൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ അടുപ്പിച്ച് വരച്ചിട്ട് ഇവിടെ വലിയൊരു സ്പേസ് കിടക്കാം. ഈ സ്പേസ് എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിലുള്ളത് പോലെയല്ല, ഇതിൽ എന്തുണ്ട്, ഒരു ജെല്ലി പോലുള്ള സാധനം നിറച്ചു വെച്ചിട്ടുണ്ട്. ഈ വലിയൊരു അറയാണ്, ഇതൊരു വലിയൊരു അറയാണ്, വലിയ അറയാണ് അല്ലെ. ഈ വലിയ അറേന്റെ പേരാണ് എന്ത്? വിട്രിയസ് അറ. എന്താണ്? വിട്രിയസ് അറ എന്നാണ് പറയാം. വിട്രിയസ് ചാമ്പർ, വിട്രിയസ് അറ എന്നാണ് പറയാം. ഇതിനകത്തൊരു ജെല്ല് പോലുള്ള സാധനം നിറച്ചു വെച്ചിട്ടുണ്ട്. അതാണ് കണ്ണിന് എന്ത് ചെയ്യുന്നത്? ആകൃതി നൽകാൻ സഹായിക്കുന്നത്. കണ്ണിന് ആകൃതി കൊടുക്കുകയാണ്. നമ്മൾ കണ്ണിങ്ങനെ നിൽക്കുകയാണ് അല്ലെ, ഒരു ബലൂണിൽ വെള്ളം നിറച്ചാൽ ബലൂൺ ഇങ്ങനെ നിൽക്കൂലേ, അതേപോലെ കണ്ണിന് ആകൃതി കൊടുക്കുന്നത് ജെല്ലി പോലെ നിറച്ചിട്ടുള്ളതാണ് ഈ വിട്രിയസ് അറ എന്ന് പറയുന്ന സംഭവം. ഇനി ഇതേതാ? ഈ അറേന്റെ പേരെന്താ? എക്വസ് അറ. എക്വസ് അറ എന്ന് പറഞ്ഞാൽ ഏതാ? എക്വസ് ദ്രവം നിറഞ്ഞിരിക്കുകയാണ് ചെയ്യുക. എക്വസ് ദ്രവം അല്ലെ, എക്വസ് ദ്രവം എന്ന് പറയുന്ന ദ്രവം നിറഞ്ഞിരിക്കുന്ന എക്വസ് അറയാണ്. മുന്നിൽ ഒരു ചെറിയ അറ കാണാം. ലെൻസിന്റെ പിന്നിൽ വിട്രിയസ് അറ, ലെൻസിന്റെ മുന്നിൽ ആരാ? അക്വസ് അറ. അക്വസ് അറ ചെറുതാണ്. എക്വസ് അറയിൽ എന്താ ഉണ്ടാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയല്ലേ തൊട്ട രക്തപടലം അല്ലേ, ഇതിലുള്ള രക്തത്തിൽ നിന്നുള്ള പോഷകങ്ങൾ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ഈ ഇതിലേക്ക് ഇങ്ങനെ വരുവാണ് ചെയ്യുക, ഈ അറയിലേക്ക് വരുവാണ് ചെയ്യുക. അതിൽ എത്തുന്ന ഈ ദ്രവത്തിൽ വെച്ചിട്ടാണ്, ഓക്കെ, ഇതിലുള്ള ദ്രവത്തിൽ വെച്ചിട്ടാണ് കണ്ണിലുള്ള എല്ലാ ഭാഗങ്ങളും, ഇപ്പൊ തൊട്ട മുന്നിൽ ഇവിടെ കോർണിയ ഉണ്ട് അല്ലെ, ലെൻസ് ഉണ്ട്. അപ്പൊ കണ്ണിലുള്ള ആ ഭാഗങ്ങൾക്കൊക്കെ ഓക്സിജനും പോഷകങ്ങളൊക്കെ വേണമെങ്കിൽ ആ പോഷകവുമായിട്ട് വരുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അക്വസ് അറയിലുള്ള അക്വസ് ദ്രവം. ഈ ദ്രവത്തിന് ഹ്യൂമർ എന്ന് പറയട്ടെ ഇംഗ്ലീഷിൽ. അപ്പൊ ഈ ദ്രവം വന്നു കഴിഞ്ഞാൽ ദ്രവത്തിൽ നിന്ന് ഇവരെല്ലാവരും പോഷകവസ്തുക്കളൊക്കെ വലിച്ചെടുക്കും. പിന്നെ ഈ ദ്രവം ശരിക്കും രക്തത്തിലേക്ക് തിരിച്ചു പോകണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഉണ്ടാവുക, പിന്നെയും തിരിച്ചു പോവുക, അങ്ങനെയാണ് പുനരാകിരണം ചെയ്യപ്പെടണം. വരുന്നു,
വരുന്നു, പുനരാഗിരണം ചെയ്യപ്പെടണം. പുനരാഗിരണം വെച്ചാൽ വന്നിടത്തേക്ക് തിരിച്ചു പോകണം, പിന്നെയും വരണം, പിന്നെയും തിരിച്ചു പോകണം. അങ്ങനെ പോകുന്നില്ല എന്ന് വിചാരിക്കാം. വന്നിട്ട് ഇപ്പം നമ്മളില്ലേ വീട്ടിലൊക്കെ ആരെയും വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോകണ്ടേ അല്ലേ, ഗസ്റ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ പോവായിരിക്കും. അപ്പോൾ പോകുന്നില്ലെങ്കിലോ അവിടെ തന്നെ അങ്ങ് സ്ഥിരതാമസാക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? മൊത്തത്തിൽ ആകെപ്പാടെ ഒരു പ്രശ്നം വരും അല്ലേ. അതേപോലെ ഈ ദ്രവം വന്നിട്ട് തിരിച്ചു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ് ചെയ്യുക? കണ്ണിനകത്ത് മർദ്ദം കൂടുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ മർദ്ദം കൂടി ലെൻസിനും അതേപോലെ കോർണിയയ്ക്ക് മൊത്തത്തിൽ റെറ്റിനയ്ക്ക് ഒക്കെ തകരാറ് സംഭവിക്കുമ്പം കാഴ്ചേനൊക്കെ ബാധിക്കുന്നു. മർദ്ദം കൂടുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയാ? ഗ്ലോക്കോമ. ഓക്കെ, എന്താണ് ഗ്ലോക്കോമ എന്ന് പറയാം. മർദ്ദം കൂടിയിട്ടുണ്ടാവുന്ന അവസ്ഥ. അക്വസ് ദ്രവം. ഓക്കെ, ഏതാണ് അക്വസ് ദ്രവം? അക്വസ് അറയിലുള്ള അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം രക്തത്തിലേക്ക് തിരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കെട്ടിക്കിടക്കും. അങ്ങനെ പുനരാകിരണം തടസ്സപ്പെട്ട് കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അക്വസ്. ഏത് രോഗത്തിന് പേര് പറയാം? ഗ്ലോക്കോമ എന്ന് പറയാം. റെഡി? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മളെ ലെൻസ് അല്ലെ, ലെൻസ് സുതാര്യമാണ്, കോർണിയ സുതാര്യമാണ്. കണ്ണിലെ എല്ലാ ഭാഗങ്ങളും സുതാര്യമായിരിക്കണം, എന്നാലേ പ്രകാശം കടത്തിവിടൂ. സുതാര്യമായ ലെൻസ് അധാര്യമായി പോയി കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റൂ? ഇല്ലല്ലോ, ലൈറ്റ് പോവില്ലല്ലോ. അപ്പൊ ലെൻസ് അധാര്യമാവുകയാണ് എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ലെൻസാണ്, കണ്ണിലെ ലെൻസാണ് അധാര്യമാവുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ ആ രോഗത്തിന്റെ പേര് തിമിരമാണ്. തിമിരതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. കാറ്ററാക്ട് എന്ന് പറയുന്നതാണ്. കാരണം ലെൻസ് റിലേറ്റഡ് ഒക്കെ പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്ക് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ ആ രീതിയിലും വേണേൽ ചോദിക്കാം. ഓക്കെ, ലെൻസ്, കണ്ണിലെ ലെൻസ് അധാര്യമാവുമ്പോൾ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് തിമിരം. അപ്പൊ എന്ത് ചെയ്യും? തിമിര ശസ്ത്രക്രിയ നടത്തി അധാര്യമായ ലെൻസ് എടുത്ത് മാറ്റി വേറെ ലെൻസ് ഇട്ടിട്ടുള്ള ശസ്ത്രക്രിയയൊക്കെ ചെയ്യാണ് ചെയ്യുക. കാറ്ററാക്ട് സർജറി അല്ലേ. ഓക്കെ, റെഡി? അപ്പൊ ഈ അക്വസ് ദ്രവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ രോഗം ഏതാ? ഗ്ലോക്കോമ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇതാണ് ഗ്ലോക്കോമ ആണ് പറഞ്ഞത്. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നൊക്കെയാണ് നമ്മൾ ആ രോഗത്തിന് പറയുക, ഗ്ലോക്കോമ. അപ്പൊ ഇവിടെയാണെങ്കിൽ എന്തുണ്ട്? ലേസർ ശസ്ത്രക്രിയയൊക്കെയാണ് ചെയ്യുക. ഓക്കെ, ലേസർ ശസ്ത്രക്രിയയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇതിനെ കറക്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ണിനെ ബാധിക്കുന്ന കുറേ റിലേറ്റഡ് രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിറ്റാമിൻ എ കുറയുന്നു അല്ലേ. വിറ്റാമിൻ എന്റെ കുറവ് കൊണ്ട് കോർണിയ എന്ന് പറയുന്ന ഭാഗം, കോർണിയ അധാര്യമായി മാറിക്കഴിഞ്ഞാൽ അധാര്യമാവുന്നതിന് നമ്മൾ പറയുന്ന പേരാണിത് സിറോഫ്താൽമിയ. എന്താണ്? സിറോഫ്താൽമിയ എന്നാണ് പറയുക. സിറോഫ്താൽമിയ എന്നാണ് പറയുക. വിറ്റാമിൻ എന്റെ വളരെ കാലത്തെ തുടർച്ചയായ അഭാവമൊക്കെ വന്നു കഴിഞ്ഞാൽ കോർണിയ എന്ത് ചെയ്യാണ്? വരണ്ട അധാര്യമായി പോകും, കണ്ണിന്റെ മുന്നിലുള്ള ഭാഗം. അതിനെയാണ് നമ്മൾ സിറോഫ്താൽമിയ എന്ന് പറയട്ടോ. ഇനി അതേപോലെ ചോദിക്കും, വിറ്റാമിൻ എന്റെ കുറവ് കൊണ്ട് മങ്ങിയ വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഓക്കെ, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയില്ലാത്ത പ്രശ്നം. പകല് തന്നെയാണെങ്കിൽ ലൈറ്റ് മര്യാദക്കില്ലെങ്കിൽ മറ്റുള്ളവർ അത്ര പോലും കാണാത്ത പ്രശ്നം അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയാ? നിശാന്തത എന്ന് പറയട്ടോ. നിശാ എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ്. പക്ഷേ രാത്രി തന്നെ ആവണമെന്നില്ല, പകലാണെങ്കിലും ലൈറ്റ് ഡിം ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ രാത്രിയും നല്ല വെളിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ലൈറ്റ് മങ്ങുമ്പോൾ കാഴ്ചയ്ക്ക് ഭയങ്കര പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ നിശാന്തത എന്നുള്ളൊരു പേരിട്ട് പറയാം. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇവിടെ കാണുന്ന മറ്റു ഭാഗങ്ങളും കൂടെ നമുക്ക് വേഗം നോക്കാം. അവിടെ എന്താണുള്ളത്? ഈ റെറ്റിന എന്ന് പറയുന്ന പാളിയാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. അതിന്റെ മുകളിലാണ് പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് കോശവും കോൺ കോശവും ഉള്ളത് അല്ലെ. അപ്പൊ അതിന്റെ മുകളിലാണ് പ്രതിബിംബം പോയിട്ട് വീഴുക. അപ്പൊ ഇവരാണ് ഉത്തേജിക്കപ്പെട്ട് ഈ മെസ്സേജ് ബ്രെയിനിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ബ്രെയിനിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ഒരു വഴി വേണ്ടേ? നാഡി വേണ്ടേ? ആ നാഡിക്ക് പറയുന്ന പേരാണിത് നേത്രനാഡി. എങ്ങോട്ടാണ്? നേത്രനാഡി. നേത്രനാഡി എങ്ങോട്ട് പോകുന്നു? മസ്തിഷ്കത്തിലേക്ക് പോയിക്കോളൂ അല്ലെ. മസ്തിഷ്കത്തിലേക്ക്, നമ്മളെ തലച്ചോറിലേക്ക് നിർദ്ദേശങ്ങൾ കൊണ്ടുപോവാണ്. അപ്പം തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാഴ്ചയുടെ കേന്ദ്രം ഇങ്ങനെയൊക്കെ നമ്മളെ പുതിയ ബുക്കിൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കാഴ്ചയുടെ കേന്ദ്രമായ വിഷ്വൽ കോർട്ടെക്സ്. ഓക്കെ, വിഷ്വൽ കോർട്ടെക്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. വിഷ്വൽ കോർട്ടെക്സിലേക്കാണ് ഈ മെസ്സേജ് കൊണ്ടുപോകുക. അപ്പോഴാണ് നമ്മൾ എന്താണ് കണ്ടത്? കാരണം നമ്മൾ റെറ്റിനയിൽ വീഴുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന വസ്തുവിന്റെ കാളും ചെറുത്, തലകീഴായത് യഥാർത്ഥമായ ഇമേജ് ഒക്കെ ആയിരിക്കും റെറ്റിനയിൽ. ആ ചെറുതിനെയും തലകീഴായതൊക്കെ ഇമേജ് നമ്മളെ കണ്ണിൽ വീഴുന്നുണ്ടെങ്കിലും ബ്രെയിനിന്റെ സഹായത്തോടു കൂടി അതിനെ ഒറിജിനൽ സൈസിലേക്കും തലകീഴായി നിൽക്കുന്നതിനെ നിവർത്തിയെടുക്കാനൊക്കെ ബ്രെയിനിന് കഴിയും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കാണാം. റെഡി? പിന്നെ എന്താ? വേറെ 2 സ്പോട്ടും കൂടെ കൊടുത്തുണ്ട്. അവിടെ എന്താ? പീതബിന്ദു, അന്ധബിന്ദു. ഓക്കെ, യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും നമ്മൾ നല്ല കേട്ട് പരിചയമുള്ള പോയിന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയ 2 പോയിന്റ് ആണ്. ഇവിടെ എന്താണുള്ളത്? പീതബിന്ദു എന്ന് പറഞ്ഞാൽ യെല്ലോ സ്പോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ മാക്യുല എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. അതും പഠിച്ചു വെച്ചേക്കണേ. മാക്യുല അല്ലെങ്കിൽ നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് സാധാരണ പറയുന്നതാണ്, മാക്യുല എന്നും പറയാം. ഓക്കെ, അതേപോലെ ഇവിടെ എന്താ? അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയാം. നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ബ്ലൈൻഡ് സ്പോട്ടിന്റെ പൊസിഷൻ എവിടെയാ? ഇങ്ങനെ തന്നെ ചോദിക്കട്ടാ. റെറ്റിനയിലുള്ള പോയിന്റ് ആണ്. ഇവർ രണ്ടാളും റെറ്റിനയിലുള്ള പോയിന്റ് ആണ്, ഉള്ളിലുള്ള പാളിയിലെ പോയിന്റ് ആണ്. നേത്രനാടി ആരംഭിക്കുന്ന ഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങൾ ഒന്നുമില്ലാത്തൊരു സ്പോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ റോഡ് കോൺ കോശങ്ങൾ ഒന്നും ഇല്ലാത്തൊരു സ്പോട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്പോട്ട്, അതിന് പറയുന്ന പേരാണ് അന്ധബിന്ദു. ഓക്കെ, പ്രകാശഗ്രാഹികളില്ല
ഇല്ലാത്ത സ്ഥലമാണ്. ഓക്കെ, എവിടെയാണ്? നേത്രനാഡിയുടെ ആരംഭത്തിലാണ്, തുടങ്ങുന്ന ഭാഗത്ത്. പ്രകാശഗ്രാഹി എന്താണ്? ഇല്ലാത്ത സ്പോട്ടാണ്. അതിനെയാണ് അന്ധബിന്ദു എന്ന് പറയാം. അപ്പൊ അവിടെ കാഴ്ചയില്ലാത്തൊരു സ്പോട്ടാണ്. അവിടെ പ്രതിബിംബം വന്ന് വീഴുമ്പോൾ കാഴ്ചയില്ലാത്തത്. ഓക്കെ, എന്ന് വെച്ചിട്ട് ആ ഒരു പോയിന്റ് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടായിരിക്കും കാഴ്ച പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം അതാണ് അന്ധബിന്ദു. ഇനി ഈ അന്ധബിന്ദുവിന്റെ അടുത്തായിട്ട് റെറ്റിനയിൽ കാണുന്ന വേറൊരു സ്പോട്ടാണിത്. ഓക്കെ, ആ സ്പോട്ടിന്റെ പേരാണ് പീതബിന്ദു. നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കോൺകോശങ്ങൾ, ഇവിടെ ഒരു കുഴി പോലുള്ള ഒരു ഭാഗമുണ്ട്, ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ, ആ കുഴി പോലുള്ള ആ ഭാഗത്ത് ഫോവിയ എന്നൊക്കെയാണ് ആ കുഴിക്ക് പറയുക. അതിനകത്ത് കുറെ കോൺകോശങ്ങൾ ഇങ്ങനെ തിങ്ങി നിരങ്ങി കാണപ്പെടുക. കോൺകോശങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് അല്ലെ, അവിടെയാണ് എന്ത്? ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള, അല്ലെങ്കിൽ പ്രതിബിംബത്തിന് ഇങ്ങനെയാ ചോദിക്കുക, പ്രതിബിംബത്തിന് കൂടുതൽ തെളിമ എന്നാണ് പറയുക. കൂടുതൽ തെളിമ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാരിറ്റി അല്ലെ. നമുക്കിപ്പോൾ ഒരു സാധനം കാണുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കും. അതുപോലെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അത് ക്ലിയർ ആയി വരൂലേ അല്ലെ? സൂക്ഷിച്ച് കുഞ്ഞു സാധനമൊക്കെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ നമ്മളൊരു വസ്തുവിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ പ്രതിബിംബം ഇതാ നേരെ പോയിട്ട്, വസ്തുവിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നേരെ പോയിട്ട് ഇവിടെയാണ് പ്രതിബിംബം വീഴുക, യെല്ലോ സ്പോട്ട്. അതുകൊണ്ട് അവിടെ കോൺകോശം അങ്ങനെ തിങ്ങി നേരി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരെ സഹായത്തോടു കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അല്ലാതെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ എങ്ങനെയാണ്, അതിനനുസരിച്ച് അവിടെ ഇവിടെയും വേറെ പല സ്പോട്ടിലൊക്കെ ആയിരിക്കും പോയിട്ട് വീഴുന്നുണ്ടാവുക അല്ലെ. അപ്പം സൂക്ഷിച്ചു നോക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ക്ലാരിറ്റി കൂടുതലാണ്. അപ്പൊ പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗമാണ് പീതബിന്ദു അല്ലെങ്കിൽ മാക്യുല എന്നൊക്കെ പറയുന്ന യെല്ലോ സ്പോട്ട് എന്ന് പറയുന്ന ഭാഗം. ഒരു വസ്തുവിനെ നമ്മൾ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് പ്രതിബിംബം പോയി വീഴുന്ന ഭാഗമാണ് നമ്മളെ യെല്ലോ സ്പോട്ട്. അപ്പൊ അന്ധബിന്ദു പീതബിന്ദു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആലോചിക്കുക. ഒന്നുമില്ല, കാഴ്ചയില്ലാത്തത്, പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ല. പക്ഷെ നേത്രനാടിന്റെ ആരംഭം എന്ന് എടുത്തു പറയട്ടോ, അവിടെയാണ് ബ്ലൈൻഡ് സ്പോട്ടിന്റെ സ്ഥാനം. റെഡി, ക്ലിയർ, ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ ക്വിക്കായിട്ട് ഒരു കണ്ണിന്റെ ഒരു ചിത്രം വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഒക്കെ നോക്കിയതാണ്. പിന്നെ ഇത് പുതിയ ബുക്കാണ്. നേരത്തെ നമ്മൾ കണ്ടത് പഴയ ടെക്സ്റ്റും, ഇത് പുതിയ ബുക്കാണ്. നമ്മൾ സ്റ്റാർട്ടിങ് നോക്കിയല്ലേ, ഇതേ ഭാഗങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അന്ധബിന്ദുവും ഒക്കെ കൊടുത്തിട്ടുണ്ട്, പീതബിന്ദുവും ഒക്കെ കൊടുത്തത് കാണാം. ഇവിടെ കണ്ടോ, പീതബിന്ദുവിന് യെല്ലോ സ്പോട്ട് എന്നല്ലാതെ മാക്യുല എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ചിലപ്പോൾ അഥവാ ചോദിക്കുകയാണെങ്കിൽ തെറ്റിപ്പോവാതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ പുതിയ ബുക്കിലേക്ക് വരുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ, റെറ്റിന എന്ന് പറയുന്ന ഉള്ളിലുള്ള പാളി, പ്രതിബിംബം രൂപപ്പെടുന്നു, പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നു. ഈ പോയിന്റ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ്. പക്ഷെ പുതിയ ബുക്കിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഹയർ ലെവൽ ഫാക്ട് എന്നുള്ള രീതിയിൽ അതിലെ 3 ഭാഗങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഗാംഗ്ലിയോൺ കോശപാളി, ബൈപോളാർ കോശപാളി, പ്രകാശഗ്രാഹികളുടെ പാളി, ഇങ്ങനെയാണ് കൊടുത്തത്. അപ്പം പ്രകാശഗ്രാഹികളുടെ പാളിയാണ് നമുക്കറിയാം. അപ്പോൾ പ്രകാശം, ഇപ്പം മങ്ങിയ വെളിച്ചോ തീവ്രപ്രകാശോ എന്നുള്ളതിനൊക്കെ അനുസരിച്ച് പ്രകാശം വരുന്ന സമയത്ത് ഇതിനെ പിടിച്ചെടുത്ത് ബൈപോളാർ കോശപാളി വഴി ഗാംഗ്ലിയോൺ കോശപാളിക്ക് കൈമാറുമ്പം ഇവിടെ നിന്നാണ് നേത്രനാടി വഴി പോകുന്നത്. അപ്പോൾ ഇതിനെ 3 ഭാഗമായിട്ടൊക്കെ തരംതിരിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിക്കണം, 10ാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. റോഡ് കോൺസ് കൊടുത്തിട്ടില്ലേ? റോഡ് കോശം എന്തിനാ? മങ്ങിയ വെളിച്ചത്തിൽ അല്ലെ, മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് ആണ് റോഡ് കോശം. ഇനി നല്ല തീവ്രപ്രകാശമാണെങ്കിൽ ആ സമയത്ത് പ്രവർത്തിക്കുന്നത് ആരാ? കോൺകോശങ്ങളാണ്. ഓക്കെ, തീവ്രപ്രകാശം ആണെങ്കിൽ കോൺകോശങ്ങളാണ്. അതേപോലെ തീവ്രപ്രകാശമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മിച്ച് വെക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, വസ്തുക്കൾ നമ്മൾ വർണ്ണങ്ങൾ തിരിച്ചറിയാൻ, ഇപ്പം പല കളർഫുൾ വിഷൻ അല്ലെ, പലതരം വർണ്ണങ്ങൾ കാണാൻ നമ്മളെ സഹായിക്കുന്നത് ഇവരാണ്. അതേസമയം റോഡ് എങ്ങനെയാ? അപ്പം നമ്മൾ കളർ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് അറിയില്ല അല്ലെ. അപ്പൊ അതുപോലെ കളർ സിനിമയും ബ്ലാക്ക് ആൻഡ് വൈറ്റും അല്ലെ. അപ്പൊ അതേപോലെ ബ്ലാക്കും വൈറ്റും തന്നെ. ഓക്കെ, വെള്ളയും കറുപ്പും ആ 2 കാര്യങ്ങൾ തിരിച്ചറിയാൻ മങ്ങിയ വെളിച്ചത്തിൽ. ഇതാരാ? റോഡ്. നമ്മളെ റോഡില്ലേ, വണ്ടി പോകുന്ന റോഡ് കറുപ്പ് നിറത്തിലല്ലേ, വെള്ള വര ഇങ്ങനെ കാണൂല, അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലെ. പക്ഷെ സ്പെല്ലിംഗ് ഒക്കെ വേറെയാണ്. ആ റോഡിന്റെ റോഡല്ല ഇത്. ദണ്ഡാകൃതിയിലൊക്കെ കാണുന്നതുകൊണ്ടാണ് റോഡ്. ഇത് കോൺ ഷേപ്പിൽ കാണുന്നതുകൊണ്ടാണ് ഇതിന് കോൺ സെൽസ് എന്നൊക്കെ പറയുന്നത്. ആ ഷേപ്പ് വെച്ച് കിട്ടിയ പേരാണ്. അപ്പൊ തീവ്രപ്രകാശവും വർണ്ണങ്ങളും കോൺകോശങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനൊരു ഇതും കൂടെ നമ്മളെ പുതിയ ബുക്കിലുണ്ട്. റെഡി അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് പുതിയ ടെക്സ്റ്റും പഴയ ബുക്കും ഒക്കെ മനസ്സിലാക്കി പഠിക്കാം. അതേപോലെ പുതിയ ബുക്കിലൊക്കെ വരുമ്പം ദൃഢപടലത്തിന്റെ ഭാഗമാണ് കോർണിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചു. രക്തപടലത്തിന്റെ ഭാഗമായിട്ട് സീലിയറി പേശി, ഐറിസ്, കോൺവെക്സ് ലെൻസ്, ആ ചിത്രം വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ആലോചിക്കണം. ദൃഷ്ടിപടലത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നെയും ഈ 3 പാളികൾ അല്ലെ. ഇതിലെപ്പോഴും നമ്മൾ പ്രകാശഗ്രാഹിന്റെ കാര്യം പറഞ്ഞു പോവാറായിരുന്നു. അത് മാത്രമല്ല ഇതും കൂടെ ഇനി ചേർത്തിട്ടൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും കുഞ്ഞൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. SCERT ഒക്കെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചാൽ ഇനി അങ്ങോട്ട് കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും ഒക്കെ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
പ്രത്യേകിച്ചും കേട്ടറ്റിൻ്റെ 1ഉം 2 ഒക്കെ ആകുമ്പോൾ SCERT ടെക്സ്റ്റ് എന്നുള്ള മാക്സിമം ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബാച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇന്നത്തെ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ കുറേ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ അതേപടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നോക്കുക, എന്തായാലും ഇനി ഇതുപോലെ കേട്ടിട്ട് നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് എങ്ങനെ പഠിക്കും എന്നുള്ള ഡൗട്ടായിട്ട് ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. സെൽഫ് സ്റ്റഡീൻ്റെ കൂടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യാം, എങ്ങനെ പഠിച്ചു തുടങ്ങണം അല്ലേ, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു പുതിയ ബാച്ച് സൈലം ടീച്ചിങ് എക്സാംസിൽ 2026 വരുന്ന അടുത്ത ബാച്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേട്ടറ്റിൻ്റെ കാറ്റഗറി 1-നാണെങ്കിലും അതേപോലെ കേട്ടറ്റ് കാറ്റഗറി 2-ലും അതുപോലെ കേട്ടറ്റ് കാറ്റഗറി 3-ൽ ഇവിടെ ഇപ്പോൾ 2 സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മാത്തമാറ്റിക്സും ഇംഗ്ലീഷും. ഇതൊക്കെ വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് തന്നെ. ഓക്കെ, ലൈവ് ക്ലാസ്സസ് എന്നുവെച്ചാൽ ലൈവ് ഇനി അഥവാ മിസ്സാവുകയാണെങ്കിൽ അത് റെക്കോർഡഡ് ആയിട്ട് ആപ്പിൽ നിങ്ങൾക്ക് ലൈവിൽ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തോ അത് അതേപടി തന്നെ കിട്ടും. എന്ന് വെച്ചാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1-നാണ്. ഓക്കെ, April 1-നാണ്. അപ്പോൾ ഇതിനൊക്കെ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇനി അടുത്ത എക്സാം എപ്പോഴാണോ അതുവരെ ഉള്ള ക്ലാസ്സും കാര്യങ്ങളും അതിൻ്റെ വാലിഡിറ്റി ഉള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി എന്തായാലും ഇനി പഠിച്ചു തുടങ്ങാം. എങ്ങനെ പഠിക്കണമെന്നൊന്നും ഇപ്പോഴും അറിയുന്നില്ല. പുതിയ ടെക്സ്റ്റൊക്കെ വായിക്കുന്ന സമയത്ത് കുറേ കണ്ടൻറ്റൊക്കെ കൂടുതലുള്ളത് പോലെ തോന്നുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഏതാണ് ഒഴിവാക്കി പഠിക്കണോ, ഇനി അത് കൃത്യമായും പഠിക്കണോ, ഇങ്ങനെയുള്ള ഡൗട്ടുള്ളവരൊക്കെ ഡൗട്ടൊക്കെ മാറ്റിവെച്ച് സമയം കളയാതെ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് നമ്പർ കാണാം, 9995100800. അതിലേക്ക് വിളിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.